ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ 4ാമത്തെ യൂണിറ്റായ ദി ഹീലിംഗ് ടച്ച് എന്നതിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ആൾ യു ഹൂ സ്ലീപ്പ് ടു നൈറ്റ് എന്ന പോയമും അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതിലുള്ള ആക്ടിവിറ്റീസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. റീഡ് ദി പോം ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പോയം റീഡ് ചെയ്യാൻ. ഇറ്റ് ഈസ് എബൌട്ട്, അതെന്തിനെ കുറിച്ചിട്ടാണ്? വാട്ട് വി ഫീൽ, നമ്മുടെ ഫീലിങ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ വെൻ വി ആർ ഫാർ ഫ്രം അവർ ലവ്ഡ് വൺസ്, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നും ഫാർ ലേവേ ആയിട്ട് ദൂരെ നിൽക്കുന്നവരാണെങ്കിൽ അപ്പോഴുള്ള അതിനെ ഫീലിങ്സ്, നമ്മുടെ ചിന്തകൾ, ഫീലിങ്സിനെ കുറിച്ചിട്ടുള്ള പോമാണ് താഴെ തന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഹോസ്റ്റലിലോ അല്ലെ ഫാമിലി ആയിട്ട് വിട്ടു നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ ഒറ്റപ്പെടില്ലേ, അപ്പോൾ നമ്മുടെ ആ ഫീലിങ്സിനെ കുറിച്ചിട്ടാണ് ഈ പോയമിൽ പറയുന്നത്. ആൾ യു ഹൂ സ്ലീപ്പ് ടു നൈറ്റ്, അല്ലെ എല്ലാവരും ഇന്ന് ഉറങ്ങുന്ന ആരാണ്? സ്ലീപ്പ് ടു നൈറ്റ്, ഇന്ന് രാത്രി ഉറങ്ങുന്ന എല്ലാവരോടും. ആൾ യു ഹൂ സ്ലീപ്പ് ടു നൈറ്റ്, അല്ലേ ടു നൈറ്റ് ഇന്ന് രാത്രിയിലെ, ഇന്ന് രാത്രി സ്ലീപ്പ് ചെയ്യുന്ന ഉറങ്ങുന്ന എല്ലാവരും. ആൾ യു ഹൂ സ്ലീപ്പ് ടു നൈറ്റ്. ഫാർ ഫ്രം ദി വൺ യു ലവ്, അല്ലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് വളരെ അകലെയാണ്. അല്ലേ ഫാർ, ഫാർ എന്ന് പറഞ്ഞാൽ വിട്ടിട്ടാണ്, അകലെയാണ്. ഫ്രം ദി വൺസ് യു ലവ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, ലവ് ചെയ്യുന്ന ആളിൽ നിന്നും അകലെയാണ്. നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്, അല്ലേ നോ ഹാൻഡ്സ്, കൈകളൊന്നുമില്ല. ടു ലെഫ്റ്റ് ഓർ റൈറ്റ്, അല്ല അകൽ വലത്തും ഇടത്തും എന്താണ്? കൈകളില്ല. ആൻഡ് എംപ്റ്റിനെസ് എബവ്, എംപ്റ്റിനെസ് മീൻസ് ശൂന്യത, അല്ലേ ശൂന്യമാണ്, എംപ്റ്റിയാണ്. എബവ് അല്ലേ മുകളിൽ ശൂന്യമാണ്. അതായത് നമ്മളെന്താണ് ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ കെട്ടിപ്പിടിച്ചൊക്കെ ഉറങ്ങില്ലേ, അങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഇടത്തും വലത്തും ഒന്നും ആരുമില്ല, മുകളിലും എന്താണ് ശൂന്യതാണ്. നമ്മളെന്താണ് എലോങ് ആണല്ലേ, ഒറ്റക്കാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. നോ ദാറ്റ് യു ആർ നോട്ട് എലോൺ, യു ആർ നോട്ട് എലോൺ, അല്ലേ എലോൺ മീൻസ് തനിച്ചില്ലേ, ഒറ്റക്കില്ലേ, എലോൺ അല്ല. ആർ നോട്ട് എലോൺ, നിങ്ങൾ തനിച്ചല്ല എന്ന് അറിയുക. നോ ദാറ്റ് അറിയുക, യു ആർ നോട്ട് എലോൺ, നിങ്ങൾ തനിച്ചല്ലെന്ന് അറിയുക. ദി വോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്, അല്ലേ ദി വോൾ വേൾഡ്, ലോകത്തുള്ള മുഴുവൻ ലോകവും, അല്ലേ ലോകം മുഴുവനും. വോൾ വേൾഡ് ഷെയർസ്, ഷെയർ ചെയ്യുന്നു, അല്ലേ പങ്കിടുന്നു. യുവർ ടിയേഴ്സ്, നിങ്ങളുടെ കണ്ണുനീരില്ലേ, ടിയേഴ്സ് എന്താണ്? പങ്കിടുന്നു. സം ഫോർ 2 നൈറ്റ്സ് ഓർ 1, അല്ലേ ചിലരെന്താണ് 2 നൈറ്റ്സ് 2 രാത്രി അല്ലെങ്കിൽ ഒരു രാത്രി, അല്ലേ 2 1 രാത്രിയാണ് അത് ഷെയർ ചെയ്യുന്നത്. ആൻഡ് സം ഫോർ ആൾ ദർ ഇയേഴ്സ്, ചിലരോ ആൻഡ് സം ഫോർ ആൾ ദർ ഇയേഴ്സ്, അവരുടെ എല്ലാ വർഷവും അത് ഷെയർ ചെയ്യുന്നു, അവരുടെ ടിയേഴ്സിലെ കണ്ണുനീര്. ചിലർ 1 2 രാത്രി ഷെയർ ചെയ്യുന്നു, ചിലരവരുടെ എല്ലാ വർഷവും ഷെയർ ചെയ്യുന്നു. അതായത് നിങ്ങൾ തനിച്ചല്ല, യു ആർ നോട്ട് അലോൺ, നിങ്ങളുടെ സങ്കടം കാണാനും കേൾക്കാനും എന്താണ്? ലോകം മുഴുവൻ, ദി വോൾ വേൾഡിൽ, എല്ലാ വേൾഡും നിങ്ങൾക്ക് ഉണ്ട്, അല്ലേ ഷെയർ ചെയ്യാനും അത് കേൾക്കാനും, അല്ലേ എല്ലാത്തിനും ആളുണ്ട്, നിങ്ങൾ തനിച്ചല്ല. ഈ പോയത്തിലൂടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലേ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്താണ്? നിങ്ങൾ തനിച്ചല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണല്ലേ. വോൾ വേൾഡ് നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. എബൌട്ട് ദി പോയറ്റ്, ഈ എഴുതിയ പോയറ്റിനെ കുറിച്ചിട്ട് ചെറിയൊരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. വിക്രം സേത്താണ് ഈ എഴുതിയത്. ജനിച്ച വർഷം, അദ്ദേഹത്തിൻ്റെ അവാർഡിനെ കുറിച്ചിട്ടും അല്ലേ ഒക്കെ തന്നിട്ടുണ്ട്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ലെറ്റ്സ് എക്സ്പ്ലോർ ദി പോയം, നമുക്ക് ഈ പോയം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തൊക്കെയാണ് ഈ പോയത്തിൽ പറഞ്ഞത്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൂസ് കമ്പനി ഡു യു വിഷ് ടു സ്ലീപ്പ്, നിങ്ങൾ ആരുടെ കമ്പനി, ആരുടെ സാന്നിധ്യമാണ് ഉറങ്ങാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ആരുടെ കൂടെ സ്ലീപ്പ് ചെയ്യാനാണ്? നമ്മുടെ പാരൻസ് അല്ലേ, മൈ പാരൻസ് അല്ലേ, ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് എഴുതുക. നിങ്ങളുടെ കമ്പനി, ഇഷ്ടപ്പെട്ട കമ്പനി ഏതാണ്? നിങ്ങൾക്ക് ആരെ കൂടെ ഉറങ്ങാനാണ് ഇഷ്ടം? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു പീപ്പിൾ ഫീൽ വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്, അല്ലേ പീപ്പിൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്, അവരിഷ്ടപ്പെടുന്ന ആളിൽ നിന്നും ഫാർ ദൂരെയാണെങ്കിൽ അവരുടെ ഫീലിംഗ് എന്താണ്? ദേ ഫീൽ ലോൺലിനെസ് ആൻഡ് സാഡ്, അല്ലേ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. എൻ്റെ സാഡ്നെസ് അല്ലേ, സങ്കടവും വരും. അതുപോലെ ഒരു ഒറ്റക്കായതുപോലെ തോന്നില്ലേ എല്ലാവരുടെ അടുത്തുനിന്ന് വിട്ടു നിൽക്കുന്നവരാണെങ്കിൽ, ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ് ആണെങ്കിൽ ദേ ഫീൽ ലോൺലിനെസ് ആൻഡ് സാഡ്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദി പോയിറ്റ് സേ യു ആർ നോട്ട് അലോൺ, അല്ലേ യു ആർ നോട്ട് അലോൺ, നിങ്ങൾ തനിച്ചല്ല എന്ന് എന്തുകൊണ്ടാണ് പോയിറ്റ് പറഞ്ഞത്? അല്ലേ നിങ്ങൾ തനിച്ചല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ്, കാരണം ദി പോയിറ്റ് സേസ് ദാറ്റ്, പോയിറ്റ് എന്താണ് പറയുന്നത്? ദി വോൾ വേൾഡ് ഈസ് വിത്ത് അസ്, അല്ലേ എല്ലാം ഈ മുഴുവൻ ലോകവും, വോൾ വേൾഡ് എന്താണ്? നമ്മുടെ കൂടെയുണ്ട്. റെഡി ടു ഷെയർ അവർ ടിയേഴ്സ്, നമ്മുടെ ടിയേഴ്സ് സങ്കടങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് എല്ലാ വേൾഡും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തനിച്ചല്ല, അല്ലേ സങ്കടങ്ങൾ പങ്കുവെക്കാൻ ആളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തനിച്ചല്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. ഫോർ, സജസ്റ്റ് അനദർ ടൈറ്റിൽ ബേസ്ഡ് ഓൺ ദി തീം ഓഫ് ദി പോയം, ഈ പോയത്തിൻ്റെ തീമില്ലേ അത് ബേസ് ചെയ്തിട്ട് ഇതിന് വേറൊരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാനാണ്. എന്ത് സജസ്റ്റ് ചെയ്യാം നമുക്ക്? യു ആർ നോട്ട് അലോൺ, നിങ്ങൾ തനിച്ചല്ല, അല്ലേ അതല്ലേ ഈ ഒരു തീം പറയുന്നത്. നിങ്ങളുടെ വോൾ വേൾഡ്, നിങ്ങളുടെ ടിയേഴ്സ് പങ്കുവെക്കാനുണ്ട്, നിങ്ങൾ തനിച്ചല്ല എന്നുള്ള ഒരു തീമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. നമുക്ക് ഹെഡ്ലൈൻ എന്ത് കൊടുക്കാം? യു ആർ നോട്ട് അലോൺ, നിങ്ങൾ തനിച്ചല്ല എന്നുള്ള ഹെഡ്ലൈൻ കൊടുക്കാം. ഫിഫ്ത്ത്, പിക്ക് ഔട്ട് ദി റൈമിംഗ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദി പോയം, ഈ പോയത്തിൽ യൂസ് ചെയ്ത റൈമിംഗ് വേർഡ്സ് എന്താണല്ലേ ലാസ്റ്റുള്ള സൗണ്ട്
ഒരുപോലെ വരുന്നതില്ലേ, ടു നൈറ്റ് റൈറ്റ് അല്ലേ, ലാസ്റ്റ് സൗണ്ട് ഒരുപോലെയാണ്. അതുപോലെ ലവ് എബവ്, എലോൺ വൺ, ടിയേഴ്സ് ഇയേഴ്സ് അല്ലേ, ലാസ്റ്റത്തെ സൗണ്ട് ടിയേഴ്സ് ഇയേഴ്സ്, ലാസ്റ്റ് സൗണ്ട് സെയിം ആണ്. അതുപോലെയുള്ള റൈമിങ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞത് ഈ പോയത്തിലുള്ളത്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് 3 ആക്ടിവിറ്റി ഉണ്ട്. ഈ ആക്ടിവിറ്റി അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 1, നോ ദാറ്റ് യു ആർ നോട്ട് അലോൺ അല്ലേ, നിങ്ങൾ തനിച്ചല്ല എന്ന് അറിയുക. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ, ഈ ലൈൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. റൈറ്റ് ഡൗൺ യുവർ കമൻറ്റ്സ്, എന്താണ് നിങ്ങളുടെ കമൻറ്റ്സ് ചെയ്താൽ. ഇറ്റ് മീൻസ് ദാറ്റ് നോ വൺ ഈസ് അലോൺ ഇൻ ദർ ലൈഫ്, ഇതെന്താണ് അർത്ഥമാക്കുന്നത്, ആരും എന്താണ് ഈ ജീവിതത്തിൽ തനിച്ചല്ല, അലോൺ അല്ല അല്ലേ, യു ആർ നോട്ട് അലോൺ എന്നുള്ളത് കൊണ്ട് എന്താണ് ജീവിതത്തിൽ ലൈഫിൽ ആരും തനിച്ചല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ദർ ആർ മെനി പീപ്പിൾ അറൗണ്ട് അസ് ടു ഷെയർ അവർ സാഡ്നെസ് ആൻഡ് സോറോസ്. ദർ ആർ മെനി പീപ്പിൾ അറൗണ്ട് അസ്, നമുക്ക് ചുറ്റും കുറേ ആളുകളുണ്ട്. ടു ഷെയർ അവർ സാഡ്നെസ് ആൻഡ് സോറോസ്, നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാൻ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. ദർ ആർ മെനി പീപ്പിൾ ടു ലവ് ആൻഡ് പ്രൊട്ടക്റ്റ് അസ്, ഈ ലോകത്ത് എന്താണ് കുറേ ആളുകളുണ്ട്, ജനങ്ങളുണ്ട്, നമ്മളെ സ്നേഹിക്കാനും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെ, സംരക്ഷിക്കാനും ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ തനിച്ചല്ല എന്നാണ് ഈ ലൈനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ആക്ടിവിറ്റി 2, ദി വോൾ വേൾഡ് ഷെയർ യുവർ ടിയേഴ്സ്, ഈ ലോകം മുഴുവനും നിങ്ങളുടെ ടിയേഴ്സ് സങ്കടങ്ങൾ പങ്കുവെക്കുന്നു. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ഷെയർ യുവർ ടിയേഴ്സ് മീൻ, ഈ എക്സ്പ്രഷൻ ഷെയർസ് യുവർ ടിയേഴ്സ്, നിങ്ങളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുക, പങ്കുവെക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡു യു ഫൈൻഡ് കംഫർട്ട് വെൻ യു ഷെയർ യുവർ ടിയേഴ്സ് വിത്ത് അതർ, നിങ്ങളുടെ ടിയേഴ്സ് സങ്കടങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ, വിത്ത് അതേഴ്സുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ടോ, ഒരു ആശ്വാസം തോന്നാറുണ്ടോ. ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദി ക്ലാസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുഭവം പങ്കുവെക്കാനാണ് പറഞ്ഞത്. അതായത് നിങ്ങളുടെ ഫീലിങ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ആശ്വാസം കിട്ടാറുണ്ടോ. ഷെയർ യുവർ ടിയേഴ്സിലെ, നിങ്ങളുടെ ടിയേഴ്സ് സങ്കടങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു കംഫർട്ട്, ഒരു ആശ്വാസം കിട്ടാറുണ്ടോ, ആ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ചെയ്താനാണ് പറഞ്ഞത്. യെസ്, ഐ ആൾവേസ് ഫീൽ കംഫർട്ടബിൾ അല്ലേ, യെസ് അതെ, എനിക്ക് എപ്പോഴും കംഫർട്ട്, ഒരു ആശ്വാസം കിട്ടാറുണ്ട്. വെൻ ഐ ഷെയർ മൈ ഫീലിങ്സ് ആൻഡ് പെയിൻസ് വിത്ത് മൈ പാരൻസ് ആൻഡ് ഫ്രണ്ട്സ് അല്ലേ, എപ്പോഴാണ് കിട്ടുന്നത്, വെൻ ഐ ഷെയർ മൈ ഫീലിങ്സ്, എൻ്റെ ഫീലിങ്സും പെയിൻസും അല്ലേ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദുഃഖങ്ങളൊക്കെ എൻ്റെ പാരൻസിനും ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കെന്താണ് ഒരു ആശ്വാസം കിട്ടാറുണ്ടല്ലേ, ഒരു കംഫർട്ടബിൾ കിട്ടാറുണ്ട്. വൺ ഡേ ഐ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ് അല്ലേ, ഒരു ദിവസം എനിക്കൊരു മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി, ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. എ സ്ട്രേഞ്ചർ മിസ്ബിഹേവ്ഡ് വിത്ത് മീ അറ്റ് അവർ സ്കൂൾസ് ആർട്ട് ഫെസ്റ്റിവൽ, ഒരു സ്ട്രേഞ്ചർ, നമ്മളറിയാത്തൊരു ആളെന്താണ് എന്നോട് മിസ്ബിഹേവ് ചെയ്തു, മോശമായി പെരുമാറി. വിത്ത് മീ അറ്റ് അവർ സ്കൂൾ ആർട്ട് ഫെസ്റ്റിവൽ, സ്കൂളിൻ്റെ ഫെസ്റ്റിവൽ, ആർട്ട് ഫെസ്റ്റിവലിൻ്റെ അന്ന് അയാൾ മോശമായിട്ട് മിസ്ബിഹേവ് ചെയ്തു. ഐ ഡിഡ് നോട്ട് ടെൽ എനിവൺ അബൌട്ട് ഇറ്റ് ഫോർ എ വീക്കിലെ, ഞാൻ എന്താണ് ഒരു വീക്ക്, ഒരാഴ്ച ആരോടും പറഞ്ഞില്ല. ഡിഡ് നോട്ട് ടെൽ എനിവൺ. ഐ ടോൾഡ് മൈ മദർ അബൌട്ട് ഇറ്റ് വെൻ ഐ ഫെൽറ്റ് സാഡ് അല്ലേ, എന്താണ് ഞാൻ എൻ്റെ അമ്മയോട്, മദറിനോട് പറഞ്ഞു അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ചിട്ട്. വെൻ ഐ ഫെൽറ്റ് സാഡ്, എനിക്ക് സങ്കടം വന്നപ്പോൾ അല്ലേ, സങ്കടം തോന്നിയപ്പോൾ, വിഷമം വന്നപ്പോൾ പറഞ്ഞു. മോം കാംഡ് മീ ഡൗൺ എ ലോട്ട്, മോം എന്താണ് എന്നെ ആശ്വസിപ്പിച്ചു അല്ലേ, കാം ഡൗൺ ചെയ്യിപ്പിച്ചു. മൈ മദർ ടോൾ മീ ദാറ്റ് വി ഷുഡ് ഷെയർ നോട്ട് ഓൺലി ജോയ്സ് ബട്ട് ആൾസോ സോറോസ്, എൻ്റെ മദർ എന്നോട് പറഞ്ഞു നമ്മളെന്താണ് നമ്മുടെ ജോയ്സ് ഇല്ലേ, നമ്മുടെ സന്തോഷം മാത്രമല്ല നമ്മുടെ സങ്കടങ്ങൾ, സോറോസ്, നമ്മളെ ദുഃഖങ്ങളൊക്കെ എന്താണ് പങ്കുവെക്കണം. വി ഷുഡ് ഷെയർ അല്ലേ, നമ്മൾ ഷെയർ ചെയ്യണം. സിൻസ് ദെൻ ഐ യൂസ്ഡ് ടു ഷെയർ ആൾ മൈ സോറോസ് വിത്ത് മൈ മദർ അല്ലേ, അതിനുശേഷം എൻ്റെ എല്ലാ സങ്കടങ്ങളും സോറോസും എന്താണ് എൻ്റെ അമ്മയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ആക്ടിവിറ്റി 3, കളക്ട് പോയിംസ് റിലേറ്റഡ് ടു ദി തീം ഷെയറിങ് അല്ലേ, എന്തിൻ്റെ പോയംസ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. റിലേറ്റഡ് ടു തീം ഷെയറിങ് അല്ലേ, ഷെയറിങ് ഈസ് കെയറിങ്, നമ്മൾ ഷെയർ ചെയ്യുക അല്ലേ, പങ്കുവെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയംസ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. യു മേ പ്രസൻറ്റ് വൺ ഓഫ് ദി പോയം ഇൻ യുവർ ക്ലാസ്, അതിലൊരു പോയം നിങ്ങളുടെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. റൈറ്റ് ദി ടൈറ്റിൽസ് ഓഫ് ദി പോയംസ് പ്രസൻറ്റഡ് ബൈ യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് പ്രസൻറ്റ് ചെയ്ത പോയത്തിൻ്റെ ടൈറ്റിലില്ലേ, അതിൻ്റെ തലക്കെട്ടും എഴുതുക. നമുക്ക് ഷെയറിങ് എന്നുള്ള തീമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയംസ് നോക്കാം. ഷെയറിങ് എന്നുള്ള തീമുമായിട്ടുള്ള കുറച്ച് പോയംസാണ് തന്നത്. ഫസ്റ്റ് ഷെയറിങ് ഈസ് കെയറിങ്, ഷെയറിങ് ഈസ് കെയറിങ്, ഇറ്റ്സ് ട്രൂ. വെൻ വി ഷെയർ വിത്ത് others ഇറ്റ് ഷൈൻസ് റൈറ്റ് തോ. എ സ്മൈൽ, എ ടോയ് ഓർ എ ഹെൽപ്പിംഗ് ഹാൻഡ്, ഷെയറിങ് ഈസ് കെയറിങ് അക്രോസ് ദിസ് ലാൻഡ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ദി ജോയ് ഓഫ് ഷെയറിങ്, ഷെയർ ചെയ്യുമ്പോഴുള്ള സന്തോഷം. വെൻ വി ഷെയർ അവർ ടോയ്സ് ആൻഡ് അവർ ടൈം വി ഷോ അവർ ഫ്രണ്ട്സ് ദാറ്റ് വി ട്രൂലി കെയർ ആൻഡ് ഷൈൻ. ദി ജോയ് ഓഫ് ഷെയറിങ് ഈസ് എ ഹാപ്പി ഫീലിംഗ്. ഇറ്റ് ബ്രിങ്സ് us closer and our hearts start revealing. Third one, share and share alike. Share and share alike, it's only fair to give and take and show we care. A sharing heart is a happy heart. It fills our lives with love and never departs. Fourth one, a sharing hand. A sharing hand is a helping hand. It reaches out to those in need across this land. It shares its time, its talent and its gold. A sharing hand is a heart that bold. Fifth one, sharing is kindness.
ഷെയറിംഗ് ഈസ് കൈൻഡ്നെസ്, ഇറ്റ്സ് എ ജെൻറ്റിൽ ഡീഡ്, എ വേ ടു ഷോ വി കെയർ ആൻഡ് പ്ലാന്റ് എ ഗുഡ് സീഡ്. ഇറ്റ്സ് ബ്രിങ് അസ് ജോയ് ആൻഡ് മേക്സ് അവർ ഹേർട്ട് സിങ്. ഷെയറിംഗ് ഈസ് കൈൻഡ്നെസ് ആൻഡ് ഇറ്റ് മേക്സ് അവർ സ്പിരിറ്റ് ടേക്ക് വിങ്. 5 പോയംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള പോയംസ് ആണ് ഇതെല്ലാം. വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.